നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള PSC 10th ലെവൽ പ്രിലിമിനറി എക്സാമിന്റെ സിലബസിൽ കേരള ഫാക്ട്സ്, കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ, നദികളും കായലുകളും മുതലായവ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ PSC ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കേരള ഫാക്ട്സ് ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, കേരളത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ആദ്യമായി ഉപയോഗിച്ച വർഷം. കേരളത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം എന്നാണ് ആദ്യമായി ഉപയോഗിച്ചത്? 1982. 1957 EMS മന്ത്രിസഭയിലെ തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രിയാണ് PK ചാത്തൻ മാസ്റ്റർ. 1987 EMS മന്ത്രിസഭയിലെ തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി ആരായിരുന്നു? PK ചാത്തൻ മാസ്റ്റർ. മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചടക്കിയത് ഏതു വർഷത്തിൽ? AD 1746 മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചടക്കിയത്. പുന്നയൂർകുളം ആരുടെ ജന്മദേശമാണ്? പുന്നയൂർകുളം ആരുടെ ജന്മദേശമാണ്? മാധവിക്കുട്ടിയുടെ ജന്മദേശമാണ്. കേരളത്തിൽ വിമോചന സമരം നടന്ന വർഷം? 1959 കേരളത്തിൽ വിമോചന സമരം നടന്നത്. ശ്രീമൂലം തിരുനാൾ തിരുവിതാംകൂർ രാജാവായത് ഏത് വർഷത്തിൽ? ശ്രീമൂലം തിരുനാൾ തിരുവിതാംകൂർ രാജാവായത് AD 1885. പുകഴേന്തി എന്ന പേരിൽ സംഗീത ലോകത്ത് അറിയപ്പെടുന്നത് വേലപ്പൻ നായർ. പുകഴേന്തി എന്ന പേരിൽ സംഗീത ലോകത്ത് അറിയപ്പെട്ടത് ആരാണ്? വേലപ്പൻ നായരാണ്. 1744 കൊച്ചിയിലെ ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചത് ഡച്ചുകാരാണ്. അപ്പൊ കൊച്ചിയിലെ ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ച വർഷം 1744. ആരാണ്? ഡച്ചുകാർ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളിയാണ് സർദാർ KM പണിക്കർ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് റിവൈസ് ചെയ്യാം. കേരളത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ആദ്യമായി ഉപയോഗിച്ചത് 1982. എവിടെയാണ്? വടക്കൻ പറവൂരിലാണ്, നോർത്ത് പറവൂർ. 1957 EMS മന്ത്രിസഭയിലെ തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രിയാണ് PK ചാത്തൻ മാസ്റ്റർ. മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചടക്കിയത് AD 1746. പുന്നയൂർകുളം ആരുടെ ജന്മദേശമാണ്? മാധവിക്കുട്ടിയുടെ. കേരളത്തിൽ വിമോചന സമരം നടന്ന വർഷം 1959. ശ്രീമൂലം തിരുനാൾ തിരുവിതാംകൂർ രാജാവായത് ഏത് വർഷത്തിൽ? AD 1885. പുകഴേന്തി എന്ന പേരിൽ സംഗീത ലോകത്ത് അറിയപ്പെടുന്നത് വേലപ്പൻ നായർ. 1744 കൊച്ചിയിലെ ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചത് ഡച്ചുകാർ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളിയാണ് സർദാർ KM പണിക്കർ. അടുത്ത ചോദ്യം, സഹ്യാദ്രി എന്ന പേരിലും അറിയപ്പെടുന്നത് പശ്ചിമഘട്ടമാണ്. പശ്ചിമഘട്ടത്തിന്റെ മറ്റൊരു പേരാണ് സഹ്യാദ്രി. ആദ്യത്തെ തിരുക്കൊച്ചി മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? പറവൂർ TK നാരായണപിള്ള. തിരുക്കൊച്ചി അതിൽ തന്നെയുണ്ട് TK നാരായണപിള്ള. സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ കേന്ദ്രം എന്ന നിലയിൽ പ്രസിദ്ധമായ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ കേന്ദ്രം എന്ന നിലയിൽ പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏതാണ്? സൈലന്റ് വാലിയാണ്. ചെങ്ങറ ഭൂസമരം നടന്ന ജില്ല എവിടെയാണ്? ചെങ്ങറ ഭൂസമരം നടന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. EK നായനാരുടെ പൂർണ്ണ നാമം എന്താണ്? ഏറമ്പാല കൃഷ്ണൻ നായനാർ. EK നായനാർ ഏറമ്പാല കൃഷ്ണൻ നായനാർ എന്നതാണ് പൂർണ്ണനാമം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസമാണ് ജൂലൈ. ജൂലൈ മാസത്തിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. പത്മശ്രീ നിരസിച്ച മലയാളിയായ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് K കേളപ്പൻ. പത്മശ്രീ നിരസിച്ച മലയാളിയായ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് K കേളപ്പൻ. അപ്പൊ ഇത്രയും ചോദ്യങ്ങളൊന്ന് റിവൈസ് ചെയ്യാം. സഹ്യാദ്രി എന്ന പേരിലും അറിയപ്പെടുന്നത് പശ്ചിമഘട്ടമാണ്. സഹ്യാദ്രി എന്ന പേരിലും അറിയപ്പെടുന്നത്. ആദ്യത്തെ തിരുക്കൊച്ചി മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയത് പറവൂർ TK നാരായണപിള്ള. സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ കേന്ദ്രം എന്ന നിലയിൽ പ്രസിദ്ധമായ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി.
ചെങ്ങറ ഭൂസമരം നടന്ന ജില്ലയാണ് പത്തനംതിട്ട. EK നായനാരുടെ പൂർണ്ണനാമം ഏറമ്പാല കൃഷ്ണൻ നായനാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസമാണ് ജൂലൈ. പത്മശ്രീ നിരസിച്ച മലയാളിയായ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് K കേളപ്പൻ. കേരളത്തിലെ ശിരുവാണി അണക്കെട്ടിലെ ജലം തമിഴ്നാട്ടിലെ ഏത് നഗരത്തിലെ ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത്? കോയമ്പത്തൂർ. അപ്പോൾ കേരളത്തിലെ ശിരുവാണി, അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ശിരുവാണി. ശിരുവാണി അണക്കെട്ടിലെ ജലം തമിഴ്നാട്ടിലെ ഏത് നഗരത്തിലെ ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത്? കോയമ്പത്തൂർ. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. കണിയംകുളം യുദ്ധം ഏത് വർഷത്തിലാണ് നടന്നത്? കണിയംകുളം യുദ്ധം AD 1634 നടന്നത്. KPCCയുടെ രണ്ടാമത് സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് സരോജിനി നായിഡു. KPCCയുടെ രണ്ടാമത്തെ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആരാണ്? സരോജിനി നായിഡു. ദക്ഷിണ ഭോജൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. ദക്ഷിണ ഭോജൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവ് ആരാണ്? സ്വാതി തിരുനാളാണ്. തിരുവിതാംകൂറിൽ വിശാഖം തിരുനാൾ എന്നാണ് രാജാവായത്. AD 1880 മുതൽ 1885 വരെയാണ് വിശാഖം തിരുനാളിന്റെ കാലഘട്ടം. 1885 ആര് രാജാവായി? ശ്രീമൂലം തിരുനാൾ രാജാവായി. കേരള സംസ്ഥാനത്ത് മന്ത്രിയായ ആദ്യ വനിതയാണ് KR ഗൗരിയമ്മ. ഇത്രയും ചോദ്യങ്ങളൊന്ന് റിവൈസ് ചെയ്യാം. പത്മശ്രീ നിരസിച്ച മലയാളിയായ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് K കേളപ്പൻ. കേരളത്തിലെ ശിരുവാണി അണക്കെട്ടിലെ ജലം തമിഴ്നാട്ടിലെ ഏത് നഗരത്തിലെ ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത്? കോയമ്പത്തൂർ. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. കണിയംകുളം യുദ്ധം ഏത് വർഷത്തിൽ? AD 1634. KPCCയുടെ രണ്ടാമത് സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് സരോജിനി നായിഡു. ദക്ഷിണ ഭോജൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാൾ. തിരുവിതാംകൂറിൽ വിശാഖം തിരുനാൾ രാജാവായത് AD 1880. കേരള സംസ്ഥാനത്ത് മന്ത്രിയായ ആദ്യ വനിതയാണ് KR ഗൗരിയമ്മ. അടുത്ത ചോദ്യം, സർ CP രാമസ്വാമി അയ്യർ രാജിവെച്ചപ്പോൾ തിരുവിതാംകൂറിൽ ഒഫീഷ്യനേറ്റിംഗ് ദിവാനായത് ആരാണ്? PGN ഉണ്ണിത്താൻ. PGN ഉണ്ണിത്താനാണ് സർ CP രാമസ്വാമി അയ്യർ രാജിവെച്ചപ്പോൾ തിരുവിതാംകൂറിൽ ഒഫീഷ്യേറ്റിംഗ് ദിവാനായത്. ആരാണ്? PGN ഉണ്ണിത്താൻ. സർക്കാർ അഞ്ചൽ എന്ന പേരിൽ തിരുവിതാംകൂറിൽ ഒരു പോസ്റ്റൽ സർവീസ് ആരംഭിച്ചത്? സർക്കാർ അഞ്ചൽ എന്ന പേരിൽ തിരുവിതാംകൂറിൽ ഒരു പോസ്റ്റൽ സർവീസ് ആരംഭിച്ചത് T മാധവറാവു ആണ്. കേരള സൈഗാൾ എന്നറിയപ്പെട്ടത് ആരാണ്? പരമേശ്വരൻ നായരാണ് കേരള സൈഗാൾ എന്നറിയപ്പെട്ടത്. തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിതമായ വർഷം 1937. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് മാങ്കുളം ഗ്രാമപഞ്ചായത്ത്. 1947 K കേളപ്പന്റെ നേതൃത്വത്തിൽ ഐക്യ കേരള സമ്മേളനം നടന്ന സ്ഥലമാണ് തൃശൂർ. 1947 K കേളപ്പന്റെ നേതൃത്വത്തിൽ ഐക്യ കേരള സമ്മേളനം നടന്ന സ്ഥലമാണ് തൃശൂർ. കേരള ചരിത്ര മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടപ്പള്ളിയിലാണ് കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. മ്യൂറൽ പഗോഡ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൊട്ടാരമാണ് പത്മനാഭപുരം കൊട്ടാരം. തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്നു. പത്മനാഭപുര കൊട്ടാരം മ്യൂറൽ പഗോഡ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൊട്ടാരം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരുടെ ജന്മദിനമാണ് കേരള സർക്കാർ തത്വജ്ഞാന ദിനമായി ആചരിക്കുന്നത്? ശങ്കരാചാര്യരുടെ ജന്മദിനമാണ് കേരള സർക്കാർ തത്വജ്ഞാന ദിനമായി ആചരിക്കുന്നത്. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. സർ CP രാമസ്വാമി അയ്യർ രാജിവെച്ചപ്പോൾ തിരുവിതാംകൂറിൽ ഒഫീഷ്യേറ്റിംഗ് ദിവാനായത് PGN ഉണ്ണിത്താൻ. സർക്കാർ അഞ്ചൽ എന്ന പേരിൽ തിരുവിതാംകൂറിൽ ഒരു പോസ്റ്റൽ സർവീസ് ആരംഭിച്ചത് T മാധവറാവു. കേരള സൈഗാൾ എന്നറിയപ്പെട്ടത് പരമേശ്വരൻ നായർ. തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിതമായ വർഷം 1937. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത സംസ്ഥാനത്തെ ആദ്യ ഗ്രാമപഞ്ചായത്താണ് മാങ്കുളം ഗ്രാമപഞ്ചായത്ത്. 1947 K കേളപ്പന്റെ നേതൃത്വത്തിൽ ഐക്യ കേരള സമ്മേളനം നടന്ന സ്ഥലമാണ് തൃശൂർ. കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇടപ്പള്ളിയിലാണ്.
മ്യൂറൽ പഗോഡ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൊട്ടാരമാണ് പത്മനാഭപുരം കൊട്ടാരം, തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആരുടെ ജന്മദിനമാണ് കേരള സർക്കാർ തത്വജ്ഞാന ദിനമായി ആചരിക്കുന്നത്? ശങ്കരാചാര്യർ. അടുത്ത ചോദ്യം, കേരളത്തിലെ ജില്ലകളിൽ പുകയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ല. കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? വയനാട്. വയനാട് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നത്. PJ ആന്റണി മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ വർഷം 1973. 1973 PJ ആന്റണി മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയത്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് ആണ് ഓമന കുഞ്ഞമ്മ. PJ ആന്റണിക്ക് മികച്ച നടനുള്ള ദേശീയ അവാർഡ് കിട്ടിയ ചിത്രം ഏതാണ്? നിർമാല്യം. 1973. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് ആരാണ്? ഓമന കുഞ്ഞമ്മയാണ്. തൊമ്മൻകുത്ത്, തേന്മാരിക്കുത്ത് വെള്ളച്ചാട്ടങ്ങൾ ഏത് ജില്ലയിലാണ്? തൊമ്മൻകുത്തും തേന്മാരിക്കുത്തും എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ധോണി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ധോണി വെള്ളച്ചാട്ടം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട്. കേരളത്തിൽ മലകളില്ലാത്ത ജില്ല. കേരളത്തിൽ മലകളില്ലാത്ത ജില്ലയാണ് ആലപ്പുഴ ജില്ല. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. എത്രയാ ഉയരം? 2695 മീറ്റർ. കേരളം മലയാളികളുടെ മാതൃഭൂമി. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന കൃതി രചിച്ചത്. CP രാമസ്വാമി അയ്യർ പദവി ഒഴിഞ്ഞപ്പോൾ ആക്ടിംഗ് ദിവാനായത് PGN ഉണ്ണിത്താനാണ്. നേരത്തെ പറഞ്ഞ ഫാക്റ്റ് ആണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1998 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ഇത്രയും ചോദ്യങ്ങളൊന്ന് റിവൈസ് ചെയ്യാം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? വയനാട് ജില്ലയിലാണ്. PJ ആന്റണി മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ വർഷം 1973. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് ഓമന കുഞ്ഞമ്മ. തൊമ്മൻകുത്ത്, തേന്മാരിക്കുത്ത് വെള്ളച്ചാട്ടങ്ങൾ ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. ധോണി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിൽ മലകളില്ലാത്ത ജില്ലയാണ് ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ഏതാണ്? മീശപ്പുലിമല. 2640 മീറ്റർ ആണ് ഉയരം. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന കൃതി രചിച്ചത് EMS. CP രാമസ്വാമി അയ്യർ പദവി ഒഴിഞ്ഞപ്പോൾ ആക്ടിംഗ് ദിവാനായത് PGN ഉണ്ണിത്താൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1998. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തെ നാട്ടുരാജ്യമായിരുന്നത് തിരുവിതാംകൂർ ആണ്. 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംയോജനം നടക്കുമ്പോൾ കൊച്ചിയിലെ പ്രധാനമന്ത്രിയായിരുന്നത് ആരായിരുന്നു? ഇക്കണ്ട വാര്യർ. സ്വദേശാഭിമാനി K രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ ദിവാനാണ് P രാജഗോപാലാചാരി. കേരളത്തിലെ ആദ്യത്തെ കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം എന്നാണ്? 1940. വെയിൽസ് രാജകുമാരന്റെ ബഹുമതി നിരസിച്ച മലയാള കവിയാണ് വള്ളത്തോൾ നാരായണമേനോൻ. വർഷം 1922. രാജ്യസഭാ അംഗമായ ആദ്യ കേരളീയ വനിതയാണ് ഭാരതി ഉദയഭാനു. കേരളീയ വനിത രാജ്യസഭാ അംഗമായ ആദ്യ കേരളീയ വനിത ഭാരതി ഉദയഭാനു. പമ്പയുടെ പ്രാചീനകാല നാമമാണ് ബാരിസ്. പമ്പയുടെ പ്രാചീനകാലത്തെ പേരാണ് ബാരിസ്. പള്ളിപ്പുറം കോട്ടയ്ക്ക് പോർച്ചുഗീസുകാർ നൽകിയ പേരാണ് മാനുവൽ കോട്ട. പള്ളിപ്പുറം കോട്ടയ്ക്ക് പോർച്ചുഗീസുകാർ നൽകിയ പേരാണ്. ലോകസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത ആദ്യത്തെ മലയാളിയാണ് ചാൾസ് ഡയസ്. ലോകസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത ആദ്യത്തെ മലയാളി ആരാണ്? ചാൾസ് ഡയസ് ആണ്. കേരളത്തിലെ ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ് CMS പ്രസ് കോട്ടയം. പഴശ്ശി രാജാവും ശക്തൻ തമ്പുരാനും ഏതു വർഷത്തിലാണ് അന്തരിച്ചത്? 1805. അവസാനത്തെ ചോദ്യം, പുന്നപ്ര വയലാർ സമരത്തിന് കാരണം എന്താണ്? അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരമാണ് പുന്നപ്ര വയലാർ സമരത്തിന് കാരണം. അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യാം.
സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തെ നാട്ടുരാജ്യമായിരുന്നത് തിരുവിതാംകൂറാണ്. 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംയോജനം നടക്കുമ്പോൾ കൊച്ചിയിലെ പ്രധാനമന്ത്രിയായിരുന്നത് ഇക്കണ്ട വാര്യർ. സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ ദിവാനാണ് പി രാജഗോപാലാചാരി. കേരളത്തിലെ ആദ്യത്തെ കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. വെയിൽസ് രാജകുമാരന്റെ ബഹുമതി 1922 നിരസിച്ച മലയാള കവിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ. രാജ്യസഭാംഗമായ ആദ്യ കേരളീയ വനിതയാണ് ഭാരതി ഉദയഭാനു. പമ്പയുടെ പ്രാചീന കാലത്തെ പേരാണ് ബാരിസ്. പള്ളിപ്പുറം കോട്ടയ്ക്ക് പോർച്ചുഗീസുകാർ നൽകിയ പേരാണ് മാനുവൽ കോട്ട. ലോകസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത ആദ്യത്തെ മലയാളിയാണ് ചാൾസ് ഡയസ്. കേരളത്തിലെ ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ് CMS പ്രസ് കോട്ടയം. പഴശ്ശി രാജാവും ശക്തൻ തമ്പുരാനും അന്തരിച്ച വർഷം 1805. പുന്നപ്ര വയലാർ സമരത്തിന് കാരണം അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും ചോദ്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. തുടർന്നുള്ള സിലബസ് ബേസ്ഡ് ക്ലാസ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്